ഞാൻ അവതരിപ്പിക്കുന്ന കഥ വൈഷ്ണവി. അവളെ നിങ്ങൾക്കറിയില്ലേ? മാധ്യമങ്ങൾ വാതോരാതെ വാനോളം ഉയർത്തിയ വിദ്യാർത്ഥിനി. എൻട്രൻസിന് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ അവൾക്ക് ഗ്രാമപഞ്ചായത്ത് സ്നേഹനിർഭരമായ സ്വീകരണം നൽകുകയാണ്. ആയിരങ്ങൾ ആനന്ദത്താൽ ആർപ്പു വിളിക്കുന്നു, അലകടലായി ഇളകി ഒഴുകി വരുന്നു. മുത്തുകുട കീഴിലതാ മുത്ത് പോലൊരു പെൺകൊടി, മുത്തുകുട കീഴിലതാ മുത്ത് പോലൊരു പെൺകൊടി, മന്ദസ്മിതം തൂകി വരും ചന്ദ്രലേഖ പോ. ആ സ്വീകരണാഘോഷത്തിലേക്ക് അതാ കടന്നു വരുന്നു. ആയിരങ്ങൾ ആനന്ദത്താൽ ആർപ്പു വിളിക്കുന്നു, അലകടലായി ഇളകി ഒഴുകി വരുന്നു. അവളുടെ കഴുത്തിൽ നിറയെ പൂമാലകൾ. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം അവളുടെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. 4 പേർ കൂടിയാൽ സെന്റ് മേരീസിന്റെ ബാൻഡ് വേണമെന്ന് നിർബന്ധം. ദാ വരുന്നു. രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ഉയർത്തിക്കെട്ടിയ മനോഹരമായ പന്തലിൽ സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. വേദി വിശിഷ്ടാതിഥികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. മുത്തുകുട കീഴിലതാ മുത്ത് പോലൊരു പെൺകൊടി, മുത്തുകുട കീഴിലതാ മുത്ത് പോലൊരു പെൺകൊടി, മന്ദസ്മിതം തൂകി വരും ചന്ദ്രലേഖ പോ. വേദിയിൽ ആശംസകളുടെ, അഭിനന്ദനങ്ങളുടെ മധുമാരി പെയ്തിറങ്ങുകയാണ്. വൈഷ്ണവിയെ കുറിച്ച് എഴുതിയ ഒരു ഗാനം ആലപിക്കപ്പെട്ടു. ദുഃഖങ്ങളോടും ദുരിതങ്ങളോടും പൊരുതി ജയിച്ചവൾ വൈഷ്ണവി, കണ്ണീർ തുള്ളിയിൽ തൂലിക മുക്കി വിജയത്തിൻ ഗീതം രചിച്ചവൾ വൈഷ്ണവി. അച്ഛന്റെ മരണശേഷം ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും മുന്നിൽ തളരാതെ ഇറ്റിറ്റു വീഴുന്ന കണ്ണീർ തുള്ളിയിൽ തൂലിക മുക്കി ഉന്നത വിജയത്തിന്റെ ഇതിഹാസം എഴുതിയ സുവർണ താരം വൈഷ്ണവി. കണ്ണീർ തുള്ളിയിൽ തൂലിക മുക്കി വിജയത്തിൻ ഗീതം രചിച്ചവൾ വൈഷ്ണവി. ഈ സമയം ആനന്ദത്തിന്റെ കണ്ണുനീർ ആരും കാണാതെ തുടച്ചുകൊണ്ട് വേദിക്കരികിൽ നിൽക്കുന്നു വൈദേഹി, വൈഷ്ണവിയുടെ അമ്മ. വേദിയിൽ സാന്ദ്രമായ പശ്ചാത്തല സംഗീതം ഉയർന്നു കഴിഞ്ഞു. വൈഷ്ണവിയുടെ സഹപാഠികൾ പാടുകയാണ്. മംഗളങ്ങൾ ഭാവുകങ്ങൾ സ്നേഹഗീതങ്ങൾ, വിജയതിലകം ചൂടി നിൽക്കും കനകതാരമേ. മംഗളങ്ങൾ ഭാവുകങ്ങൾ സ്നേഹഗീതങ്ങൾ, വിജയതിലകം ചൂടി നിൽക്കും കനകതാരമേ. അതാ വേദിക്കരികിലായ ഒരു പറ്റം ചെറുപ്പക്കാർ നൃത്തം ആരംഭിച്ചു കഴിഞ്ഞു. നീ കാണും സ്വപ്നങ്ങൾ പൂവണിഞ്ഞിടും, നീ കോർത്ത മാലിന്യങ്ങൾ നിറം പകർന്നിടും. മംഗളങ്ങൾ ഭാവുകങ്ങൾ സ്നേഹഗീതങ്ങൾ, കനകതാരമേ നിനക്ക് അഭിവാദനം അഭിവാദനം. വൈഷ്ണവിയുടെ മറുപടി പ്രസംഗത്തിനായി ജനം കാതോർത്തിരിക്കുകയാണ്. ആദരണീയനായ പഞ്ചായത്ത് പ്രസിഡന്റ് സാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഈ സ്നേഹത്തിന്, ഈ സ്വീകരണത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഉള്ളിൽ നന്ദിയുടെ 1000 മൺചിരാതുകൾ എനിക്ക് ജീവനുള്ളോടത്തോളം കാലം കത്തി നിൽക്കും. വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി വൈഷ്ണവി സ്വസ്ഥാനത്തേക്ക് മടങ്ങി. സദസ്സിൽ ഹർഷാരവം മുഴങ്ങുകയാണ്. ഒപ്പം ആ ഗാനത്തിന്റെ ഈരടികൾ. മംഗളങ്ങൾ ഭാവുകങ്ങൾ സ്നേഹഗീതങ്ങൾ, കനകതാരമേ നിനക്ക് അഭിവാദനം അഭിവാദനം. ആഴ്ചകൾ കടന്നുപോയി. എടി കൊച്ചേ, ഒരു എഴുത്ത് വന്നിട്ടുണ്ട്, ഇതെന്നാ നോക്കിയടി. അമ്മേ, എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാ. ആ ബാങ്കുകാര് പൈസ തരുമോ? 20,000 രൂപ ഫീസ് അടയ്ക്കാനുണ്ട്. ഹോസ്റ്റൽ ജീവിതമൊക്കെ ഭയങ്കര ചെലവാ. എൻട്രൻസിന് ബാക്കി 25,000 കൊടുക്കാനുണ്ട്. നമ്മൾ എവിടുന്ന് കൊടുക്കാനാമ്മേ? പഠിക്കേണ്ടത് വെക്കാം. വൈഷ്ണവി ഇത് പറയുമ്പോൾ വൈദേഹിയുടെ പിറ്റേന്ന് വൈദേഹി തന്റെ മകളെയും കൂട്ടി ലിബറൽ ബാങ്ക് മാനേജറുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുകയാണ്. സാറേ, വേറൊരു വഴിയുമില്ലാന്നിട്ട, എങ്ങനെയെങ്കിലും സഹായിക്കണം.
നാട്ടുകാർക്ക് മുഴുവൻ സേവനം ചെയ്യാൻ ഇതെന്താ ചാരിറ്റബിൾ സൊസൈറ്റിയാണോ? ഒന്നുകിൽ വസ്തു വീട് തരണം, അല്ലെങ്കിൽ സ്വർണം പണയം തരണം. ഇതൊന്നുമില്ലാതെ കാലത്തും വൈകിട്ടും വന്ന് കാശിതാ എന്ന് പറഞ്ഞാൽ മതിയോ? സാറേ, ഈടുകൂടാതെ വിദ്യാഭ്യാസ ലോൺ കൊടുക്കുമെന്നാണല്ലോ കേട്ടത്. ഓ, അറിഞ്ഞല്ലേ? ആ പറഞ്ഞവനോട് ചെന്ന് ചോദിക്കി. തോട്ടത്തിൽ കൊളുന്ത് നുള്ളുന്ന പണി തള്ളക്കറിയാലോ. അതങ്ങ് മകളെ പഠിപ്പിച്ചാ മതി. തോട്ടം നരങ്ങി നടക്കുന്നവർക്കൊക്കെ എഞ്ചിനീയർ ആവണം പോലും. വൈദേഹി കരഞ്ഞുപോയി. മാസങ്ങൾ കടന്നുപോയി. വൈഷ്ണവി ഇന്ന് എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. അവൾ എത്ര പറഞ്ഞിട്ടും അമ്മ കേട്ടില്ല. ആകെ ഉണ്ടായിരുന്ന 4 സെന്റും വീടും വിറ്റവളെ കോളേജിൽ അയച്ചു. പണി കഴിഞ്ഞു സന്ധ്യയാകുമ്പോൾ വൈദേഹി അടുത്തുള്ള അനാഥ മന്ദിരത്തിലേക്ക് എത്തും, തലയൊന്ന് ചായ്ക്കാൻ. പതിവ് പോലെ വൈഷ്ണവിയും കൂട്ടുകാരും ഹോസ്റ്റലിലേക്ക് മടങ്ങുകയായിരുന്നു. പ്രധാന കവാടത്തിനടുത്തെത്തിയപ്പോൾ കറുത്ത കണ്ണട ധരിച്ച തലമുണ്ടനം ചെയ്തൊരു ചെറുപ്പക്കാരൻ മുന്നിലേക്ക് കയറി നിന്നു. പേര് വൈഷ്ണവി, റാങ്ക് ജേതാവ്, പിന്നെ നാട്ടുകാരുടെ മുഴുവൻ കണ്ണിലുണ്ണി. 4 മണിക്ക് ലൈബ്രറിയിൽ വന്നെന്നെ കണ്ടിരിക്കണം, ഞാൻ കാത്തു നിൽക്കും. വൈഷ്ണവി കേട്ട ഭാവം ധരിച്ചില്ല. കൂട്ടുകാർ ഉപദേശിക്കുകയാണ്. ഇവിടെ സീനിയേഴ്സിനെ എക്സ്പെക്ട് ചെയ്യാതെ രക്ഷയില്ല, നീ ചെല്ല്. പിന്നെ ഇതൊക്കെ ക്യാമ്പസ് ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കരുതിയാ മതി. അവനക്ക് വിളിച്ചെടുത്ത് പോകുന്ന അവൾമാര് കാണും, പക്ഷെ ഈ വൈഷ്ണവി കിട്ടത്തില്ല. ഓരോ അവൾമാര് കോളേജിൽ കയറി നിരങ്ങും. എന്നിട്ട് ചോദിക്കുമ്പോഴോ അതെന്റെ കസിനാടി. പെണ്ണെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സദാചാരബോധത്തിന്റെ പൂമുട്ടിലെ ആദ്യത്തെ പുഴുക്കുത്തി പിടിക്കുന്നതും ഈ കസിന. അവനെ ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാ. രാമനാഥനെ ക്യാമ്പസിൽ കഞ്ചാവ് വിൽപ്പന അവന്റെ ജോലി. പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തി ചില റാക്കറ്റുകൾക്ക് കൈമാറുക അവന്റെയൊക്കെ ഹോബി. അവനിവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ലോക്കൽ ഗാർഡിയനാന്ന് പറഞ്ഞു വരുന്നത് ആരാ? മാഫിയ തലവൻ ശിവദാസ്. തൽക്കാലം വൈഷ്ണവിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞേര്. പിറ്റേന്ന് കോളേജിലെ പൂന്തോട്ടത്തിലേക്ക് രാമനാഥൻ അറ്റൻഡറെ വിളിച്ചു. വാസുവേട്ടാ, ഇത് വച്ചോ, 1000 രൂപയുണ്ട്. എന്നിട്ട് ആ ലൈബ്രറിയുടെ താക്കോലേക്ക് തന്നേ. വൈകിട്ട് പൂട്ടി താഴെ കടയെ കൊടുത്തേക്കാന്നേ. ഒരു പുതിയ പുസ്തകം വന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കണം. വായിച്ചോ, പക്ഷെ വാസുവിന്റെ പണി കളയരുത്. കഴിഞ്ഞ തവണ 6 മാസം വാസു വീട്ടിലിരുന്നേ. വാസുവേട്ടാ, അച്ഛൻ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ, 5 ലക്ഷം കിട്ടും. അമ്മ അയർലൻഡ് നേഴ്സാ, 2 ലക്ഷവും. ഇതൊക്കെ ഈ ഒറ്റ പുത്രന്റെ അക്കൗണ്ടിലേക്കാ വന്ന് വീഴുന്നത്. പണി പോയ ശമ്പളം രാമനാഥൻ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിരിക്കും. പിന്നെ അന്നത്തെ കേസിന് മണിക്കൂറിന് 2 ലക്ഷം വാങ്ങുന്ന കൃഷ്ണകൃപാതിരി ഡൽഹിയിൽ നിന്ന് പറന്നു വന്നാ വാദിച്ചത്. സുപ്രധാന പോയിന്റുകൾ വിട്ടുകളയാൻ അവളുടെ വക്കീൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു 50,000. പിന്നെ മെഡിക്കൽ റിപ്പോർട്ട് അത് വലിച്ചു കീറി കഞ്ചാവുഞ്ഞി രാമനാഥൻ ക്യാമ്പസിൽ വിറ്റു. എന്നിട്ട് ആമ്പിള്ളാരെ കൊണ്ട് വേറെ എഴുതിച്ച് കോടതി കൊടുപ്പിച്ചു. പിന്നെ ഒരു പീറപ്പെണ്ണ് കോടതി കിടന്ന് ബലാത്സംഗം എന്ന് കൂവിയിട്ട് എന്താ കാര്യം? ഇന്ത്യൻ കറൻസിക്ക് വിലയുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് രാമനാഥന്മാർ ഭരിക്കും. പിറ്റേന്ന് പ്രിൻസിപ്പലിനെ കാണാൻ നിന്ന വൈഷ്ണവി അല്പം താമസിച്ചു പോയി. ലൈബ്രറി വരാന്തയിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ ബലിഷ്ഠമായൊരു കൈ അവളുടെ തോളിൽ വീണു. ഞാൻ വരാൻ പറഞ്ഞിട്ട് നീ വന്നില്ല, എനിക്ക് കാണാതിരിക്കാൻ വെക്കുവോ? ഞാനൊരു ഫോട്ടോ എടുത്തായിരുന്നു, ഇതാ നോക്കിയേ. രാമനാഥന്റെ മൊബൈൽ ഫോണിൽ തന്റെ ചിത്രം, തന്റെ ചിത്രം. ഹിന്ദി ഇന്റർനെറ്റിൽ കയറി പോവും. പിന്നെ www.vaishnavi@gmail.com എന്നടിച്ചാൽ നീ പിറന്ന കോലത്തിൽ ഇറങ്ങി വരും. എന്നിട്ട് കോളേജ് പിള്ളേരുടെ മൊബൈൽ ഫോണിൽ നീ പറന്നു നടക്കും, ബ്ലൂടൂത്ത് വഴി. കുടുങ്ങിയെന്നവൾക്ക് മനസ്സിലായി. രക്ഷപ്പെട്ടേ തീരൂ. ഒരു നിമിഷം അവൾ ആലോചിച്ചു. രാമനാഥ, കൈയെടുക്ക്. പ്രതീക്ഷിക്കാത്ത പ്രഹരം രാമനാഥൻ സ്തംഭിച്ചു പോയി. അവൾ ഓടി, പക്ഷെ എങ്ങും എത്തിയില്ല. രാമനാഥന്റെ അജ്ഞാനവൃത്തികൾ അവളെ ലൈബ്രറിയിലിട്ട് പൂട്ടി. കഴുകന്മാരുടെ നഖമുന കയറി കരളു പിളർന്നലറുന്നുക ബോധം. വേട്ടക്കാരുടെ കയ്യിൽ പ്രാണനെ യാചിക്കും മാൻ തേട പോൽ. കഴുകന്മാരുടെ നഖമുന കയറി കരളു പിളർന്നലറുന്നുക ബോധം. വേട്ടക്കാരുടെ കയ്യിൽ പ്രാണനെ യാചിക്കും മാൻ തേട പോൽ. പിറ്റേന്ന് തോട്ടത്തിലേക്ക് മാനേജർ സെക്യൂരിറ്റി ഓടി വന്നു. ഓ വൈദേഹി, മാനേജർ ബുല, ജൽദിയാവോ. വൈദേഹിക്കൊന്നും മനസ്സിലായില്ല.
കൂട്ടത്തിൽ നിന്ന പെൺകുട്ടി പറഞ്ഞു, മാനേജർ വിളിക്കുന്നു, ചെല്ലാൻ. വൈദേഹി, കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ വിളിച്ചിരുന്നു. വൈഷ്ണവിക്ക് സുഖമില്ല, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡ്രസ് മാറി വരുന്നോളൂ, എൻ്റെ വണ്ടിയിൽ പോകാം. മെഡിക്കൽ കോളേജിനെ ലക്ഷ്യമാക്കി ഒരു ക്വാളിസ് പറക്കുന്നു. മണിക്കൂറുകൾക്കൊടുവിൽ ഭീമാകാരമായ കെട്ടിട സമുച്ചയത്തിന് മുന്നിൽ അത് നിന്നു. സാറേ, ഏത് മുറിയില? അദ്ദേഹം മുന്നിലേക്ക് കയറി നടന്നു. അല്പമകലെ ഒറ്റപ്പെട്ടു കിടക്കുന്ന ചെറിയ കെട്ടിടത്തിന്റെ പഴകിയ ബോർഡ് വൈദേഹി വായിച്ചു. മോർച്ചറി. അന്ന് വൈകിട്ട് 5 മണിക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന വൈഷ്ണവിയുടെ മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നിറകണ്ണുകളോടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പൗരൻ അനുശോചനം അറിയിക്കുകയാണ്. സ്നേഹിതരെ, ഒരു പ്രസംഗത്തിനിവിടെ പ്രസക്തിയില്ലെന്നറിയാം. എങ്കിലും ചില സത്യങ്ങൾ തുറന്നു പറയാതിരിക്കുവാൻ മനസ്സ് അനുവദിക്കുന്നില്ല. വൈഷ്ണവിയുടെ മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ പറയാൻ കഴിയൂ. നിർഭാഗ്യമെന്ന് പറയട്ടെ, മരണകാരണം മറച്ചു വെക്കുവാനും കുറ്റവാളികളെ രക്ഷപ്പെടുത്താനുമുള്ള ഒരു മാർഗമായി കഴിഞ്ഞിരിക്കുന്നു ഈ മെഡിക്കൽ റിപ്പോർട്ടുകൾ. നിന്ദ്യവും നികൃഷ്ടവുമായ കുറ്റകൃത്യങ്ങളെ റാഗിംഗ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന പ്രക്രിയയ്ക്ക് അറുതി വരുത്തിയേ തീരൂ. കുട്ടികളെ ക്യാമ്പസിൽ കുടിയിരുത്തി വിദേശത്തേക്ക് പറക്കുന്ന മാതാപിതാക്കൾ അറിയുന്നില്ല അവരുടെ കുട്ടികൾ ക്യാമ്പസിന് മാത്രമല്ല ഈ സമൂഹത്തിന് തന്നെ ശാപമായി തീരുന്നുവെന്ന സത്യം. ഏതോ ഒരു രാമനാഥനെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. അധികം ദീർഘിപ്പിക്കുന്നില്ല. വൈഷ്ണവിക്ക് ആദരാഞ്ജലികൾ. വിലാപയാത്ര ശ്മശാനത്തിലേക്ക് പുറപ്പെടുകയാണ്. ജനക്കൂട്ടത്തിന്റെ ഹൃദയത്തിൽ ഒരേയൊരു വികാരം മാത്രം. പൂജകളില്ലാതെ മന്ത്രധ്വനികളില്ലാതെ അഗ്നിനാളങ്ങൾ അവളെ ഏറ്റുവാങ്ങി. വൈഷ്ണവി ഒരു ഓർമ്മയായി. 1 വർഷം പെട്ടെന്നാണ് കടന്നുപോയത്. വൈഷ്ണവി വധക്കേസിന്റെ വിധി ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. 140 പേജുള്ള വിധിവാചകത്തിന്റെ അവസാന ഭാഗം ജഡ്ജി ഇങ്ങനെ വായിച്ചു. ആയതിനാൽ വൈഷ്ണവിയെ പ്രതി രാമനാഥൻ കൊലപ്പെടുത്തിയെന്ന് സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ സംശയത്തിന് ആനുകൂല്യം നൽകി പ്രതി രാമനാഥനെ ഈ കോടതി വെറുതെ വിടുന്നു. വിധി കേട്ട വൈദേഹിയുടെ മുഖത്ത് ഭാവഭേദങ്ങളില്ല. പത്രക്കാരോട് മറുപടി പറയാതെ അവൾ പോയി കഴിഞ്ഞിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞു കാണും. ജഡ്ജിയുടെ ചേംബറിലേക്ക് ഒരു സ്ത്രീ ഓടിക്കയറുന്നു. ദേഹമാസകലം ചിതറി വീണ രക്തത്തുള്ളികൾ. ജഡ്ജി അവളെ തിരിച്ചറിഞ്ഞു. വൈദേഹി. ബഹുമാനപ്പെട്ട കോടതി ക്ഷമിക്കണം, ഞാൻ അവനെ കൊന്നു. രാമനാഥനെ വെട്ടിക്കൊന്നു. പാവപ്പെട്ട പെൺപിള്ളാരുടെ മാനത്തിനും ജീവനും വിലയുണ്ടെന്ന് മനസ്സിലാക്കാത്തവർ ഇവിടെ ജീവിക്കേണ്ട. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. തെളിവില്ലെന്ന് പറഞ്ഞ് എന്നെയും വെറുതെ വിടരുത്. തൂക്കിക്കൊല്ലണം. വിലങ്ങിട്ട കൈകൾ മടിയിൽ വെച്ച് വിദൂരതയിലേക്ക് കണ്ണും നട്ടിരിക്കുമ്പോൾ വൈദേഹി ഓർത്തുപോയി. ദുഃഖങ്ങളോടും ദുരിതങ്ങളോടും പൊരുതി ജയിച്ചവൾ വൈഷ്ണവി. കണ്ണീർ തുള്ളിയിൽ തൂലിക മുക്കി വിജയത്തിൻ ഗീതം രചിച്ചവൾ വൈഷ്ണവി. സ്നേഹിതരെ, എൻ്റെ വൈഷ്ണവി നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.